ഹായ് ഫ്രണ്ട്സ്, ക്രാഫ്റ്റിയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഫോട്ടോ ഫ്രെയിമാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കിതിന് ആവശ്യമുള്ളത് ഒരു കാർഡ്ബോർഡിൻ്റെ ഷീറ്റാണ്. ഇതിലേക്ക് നമ്മൾ വയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ഫോട്ടോ ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ മെഷർമെൻറ്റ് നമ്മളൊന്ന് മാർക്ക് ചെയ്യണം പെൻസിൽ കൊണ്ട്. ഇപ്പോൾ നമ്മളിവിടെ മാർക്ക് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഒരു സെൻറ്റിമീറ്റർ ഉള്ളിലേക്കായിട്ട് നമ്മൾ വേറൊരു ലൈൻ വരയ്ക്കുകയാണ് 4 സൈഡിൽ നിന്നും. ഇപ്പം നമ്മൾ ഫസ്റ്റ് നമ്മൾ വരച്ചിട്ടുള്ള മെഷർമെൻറ്റിൽ വെച്ചിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ ഫോട്ടോ പുറത്തേക്ക് വരാനായിട്ട് ചാൻസ് കൂടുതലാണ്. അതിനാണ് നമ്മൾ ഈ വരച്ചതിൽ നിന്നും 1 സെൻറ്റിമീറ്റർ ഉള്ളിലേക്ക് കടത്തിയിട്ട് മറ്റൊരു ലൈൻ വരയ്ക്കുന്നത്. അതാവുമ്പോൾ ഫോട്ടോ ഉള്ളിൽ വെക്കുമ്പോൾ അത് പുറത്തേക്ക് വരില്ല. ഇനി നമുക്കിത് കട്ട് ചെയ്ത് മാറ്റാം. ഇപ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് നമ്മുടെ. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഫ്രെയിമിനൊരു ടെക്സ്ചർ കൊടുക്കാനാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അതിന് നമ്മൾ ആദ്യം ഇതുമ്മേ ഫുൾ ഗം തേക്കണം. എന്നിട്ട് നമ്മൾ കുറച്ച് അരികളാണ് അതുമ്മേ ഇടാൻ പോകുന്നത്. നമുക്ക് ഗം അപ്ലൈ ചെയ്യാം. നമ്മൾ ഗം അപ്ലൈ ചെയ്യുമ്പോൾ നല്ലപോലെ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. നമുക്കൊരു ബ്രഷ് കൊണ്ട് അത് എല്ലായിടത്തേക്കും ആക്കാം. എല്ലായിടത്തും ഗം എത്തണം. ഇനി നമ്മൾ ഈ ഗമ്മിൻ്റെ മേലെ നമ്മൾ കുറച്ച് അരിമണികൾ ഇടാനാണ് പോകുന്നത്. നല്ല തിക്കായിട്ട് നമ്മൾ ഇടണം. നമ്മളിപ്പോൾ അരിമണി ഇതുമ്മേ നല്ലപോലെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഉണങ്ങി കഴിഞ്ഞതിന് ശേഷമാണ് പെയിൻറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. നമ്മുടെ അരിമണികളൊക്കെ ഇപ്പോൾ നല്ലപോലെ ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കത് പെയിൻറ്റ് ചെയ്യാം. പെയിൻറ്റ് ചെയ്യാനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ആക്രിലിക്കിൻ്റെ ബ്ലാക്ക് കളറാണ്. നമ്മൾ നല്ല ലൂസായിട്ടാണ് ഈ പെയിൻറ്റ് അടിച്ച് കൊടുക്കേണ്ടത്. വെള്ളം നല്ലോണം ചേർത്തിട്ട്, എന്നാലാണ് ഈ അരിമണികളുടെ ഇടയിലൂടെ ഇത് കാർഡ്ബോർഡിലേക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. ഓക്കെ, ഇപ്പോൾ നമ്മളിത് പെയിൻറ്റ് ചെയ്തിരിക്കുന്നത് നല്ലപോലെ ഉണങ്ങിയിരിക്കുകയാണ്. ഇനി നമുക്കിതിനൊരു ഷൈനിങ് എഫക്റ്റ് കൊണ്ടുവരാനായിട്ട് ഒരു സിൽവർ കളർ കൊടുക്കാം. ഇവിടെ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ഫെവിക്രിലിൻ്റെ പേൾ മെറ്റാലിക് കളേഴ്സിലത്തെ സിൽവർ ഷെയ്ഡാണ്. അപ്പോൾ അത് നമുക്ക് അടിച്ചു കൊടുക്കാം. നമ്മൾ ചെറിയൊരു ഷെയ്ഡ് പോലെ മാത്രമാണ് കൊടുക്കുന്നത്. ഇപ്പോൾ പെയിൻ്റൊക്കെ നല്ലപോലെ ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഫ്രെയിമിൻ്റെ സൈസിലുള്ള അതേ സൈസിലൊരു കാർഡ്ബോർഡ് പീസ് നമ്മൾ വേറെ എടുക്കണം. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ 3 സൈഡാണ് നമ്മൾ ഇത് ഒട്ടിക്കാൻ പോകുന്നത്. ഒരു സൈഡ് നമ്മൾ ഫ്രീ ആയിട്ടിടും, മുകളിലത്തെ സൈഡാണ് നമ്മൾ സാധാ ഫ്രീ ആയിട്ടിടാം. അപ്പോൾ നമുക്കിതുമ്മേ ഗം തേക്കാം. നമ്മൾ ഗമ്മ് തേക്കുമ്പോൾ അടിയത്തെ സൈഡ് ഫുള്ളായിട്ടും 2 സൈഡിലൊരു ഹാഫ് വരെ മാത്രം നമ്മൾ ഗമ്മിട്ടാൽ മതി. മുകളിലത്തെ സൈഡ് ഫ്രീ ആയിട്ടിടാം. അതുപോലെ ഈ 2 സൈഡിൻ്റെയും കുറച്ച് ഭാഗം ഫ്രീ ആയിട്ടിടാം. ഫോട്ടോസ് വെക്കാനൊരു എളുപ്പത്തിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. നമ്മളിതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഫ്രെയിം ഇതുമേ ഒട്ടിക്കാൻ പോവുകയാണ്.
ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇത് മൂട്ടിയിട്ടുണ്ട്. ഈ മുകളിലെ ഗ്യാപ്പിലൂടെ നമ്മൾ വെക്കാൻ ഉദ്ദേശിക്കുന്ന ഫോട്ടോ നമുക്ക് ഫ്രെയിമിലേക്ക് കയറ്റി വെക്കാം. ഫോട്ടോസ് മാറ്റാൻ വേണ്ടിയിട്ടാണ് അവിടുത്തെ ഭാഗം നമ്മൾ വെറുതെ വിട്ടിരിക്കുന്നത്, ഗമ്മൊന്നും തേക്കാതെ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഫോട്ടോ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് മാറ്റി യൂസ് ചെയ്യാം. അപ്പോൾ ഫോട്ടോ ഫ്രെയിം റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് നല്ല വോളുമൊക്കെ ഹാങ് ചെയ്തിടാവുന്നതാണ്.